പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബേസിക് ആണ് എൻ പി ആർ എന്ന് പറഞ്ഞാൽ. എൻ പി ആർ എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5p2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് 2 ഫാക്ടോറിയൽ വരും. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് അങ്ങനെ തന്നെ വരും. ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 3 ഫാക്ടോറിയൽ വരും. ഈ 5 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും കൂടെ വെട്ടിപ്പോയി കഴിയുമ്പോൾ ഈ 3 വരെയുള്ള നമ്പർ പോകും. ബാലൻസ് അവിടെ 4 ഇൻറ്റു 5 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 4 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വരും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ കണ്ടുപിടിക്കാം. 5p2 ഫോർമുല കൊടുക്കാതെ തന്നെ 5 ഇൻറ്റു ഇവിടെ വരുന്ന നമ്പർ 2 ആണെങ്കിൽ ഒരു നമ്പറോടെ കുറച്ച് എഴുതാം. 5 ഇൻറ്റു 4 20 എന്ന് എഴുതാം. ഇപ്പൊ 6p3 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് എഴുതാം. 6 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 വരും. ഇനി ഇവിടെ നോക്കാം 4p2 എന്നാ വരുന്നതെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. 4 ഇൻറ്റു 2 നമ്പറല്ലേ വരുന്നത്, 4 ഇൻറ്റു 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 വരും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ച് വളരെ ഈസി ആയി ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും.